നമസ്കാരം. CPM PV അൻവർ എന്ന തന്നെ താനാക്കി മാറ്റിയ പ്രസ്ഥാനമാണ്. ശരിയാണ്, അദ്ദേഹത്തിന് പാർട്ടി അംഗത്വമില്ലായിരിക്കും. എന്നാൽ സാധാരണക്കാരായ പാർട്ടി അണികൾക്കിടയിൽ ഒരാളായി അദ്ദേഹം എന്നും ജനങ്ങളുടെ ഒപ്പം സഞ്ചരിച്ച ആളുകൂടിയാണ്. അദ്ദേഹത്തിന്റെ മരണം വരെയും ചെങ്കൊടിത്തണലിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം തന്നെ അത് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അൻവർ രാജിവെക്കും, സർക്കാർ കുഴപ്പത്തിലാകും, അൻവർ ലീഗിലേക്കെന്നാണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സൂചന എന്ന് മറുനാടൻ മലയാളിയെ പോലെയുള്ള മഞ്ഞ യൂട്യൂബർമാർ വിളിച്ചു പോകുന്നുണ്ട്. എടോ യെല്ലോ യൂട്യൂബറെ, ഈ പാർട്ടിക്ക് വേണ്ടി 600-ൽ പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെപ്പോലെയുള്ളവർ തകർക്കാൻ നോക്കുന്ന ഈ നാടിന്റെ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുള്ളത്. CPM-ലെ ഒരു നേതാവിനെയും കുപ്രചാരങ്ങൾ കൊണ്ട് തകർക്കാൻ നിങ്ങളൊന്നും വളർന്നിട്ടു പോലുമില്ല. PV അൻവർ MLA-യും അതേ പാത തന്നെയാണ് ഇന്നും ഇപ്പോഴും പിന്തുടരുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകും. അതിന്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാലും PV അൻവറിന് അത് സാധാരണമാണ്. രാജിവെക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനുമൊക്കെ MLA ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെന്നുള്ള കള്ളപ്രചാരണങ്ങളും വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. CPM പാർട്ടി സമ്മേളനങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ദിവസം തന്നെയാണ് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് വെറും ആരോപണം മാത്രമായി നേരത്തെ ന്യൂസിൽ അവസാനിക്കാനുള്ളതല്ലെന്ന് ആരെക്കാളും നന്നായി അദ്ദേഹത്തിന് അറിയാം. ആ തീപ്പൊരി ഓരോ ബ്രാഞ്ച് തലങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് പോരാടിയാണ് അയാൾക്ക് ശീലം. അത് ഇന്നും തുടർന്നു പോരുന്നുമുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് PV അൻവർ MLA വിളിച്ചു പറയുന്നതെന്ന് തോന്നിയവരുമുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാൻ ഒരാളെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിൽ വേണ്ടേ? രമേശ് ചെന്നിത്തലയുടെ കാലത്ത് സെൻകുമാർ ഇട്ടിട്ട് പോയ RSSന്റെ വിത്തുകൾ പോലീസ് ഫോഴ്സിൽ 8 വർഷങ്ങൾക്ക് ശേഷവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലമെങ്കിലും അതിന് കടിഞ്ഞാണിടാൻ കഴിയണം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്ന സൂത്രക്കാരനും സോളാർ കേസിൽ നിന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവരെ കോൺഗ്രസ് നേതാക്കളെ രക്ഷപ്പെടുത്തിയ കൊങ്ങികളുടെ അടുപ്പക്കാരനും തൃശൂർ പൂരം കലക്കി BJPക്ക് തൃശൂർ പിടിക്കാൻ സഹായം ചെയ്തു കൊടുത്ത സംഘികളുടെ ഇഷ്ടക്കാരൻ, കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ കപ്പിത്താൻ, ഇതൊന്നും ഒരു കൊട്ടേഷൻ സംഘത്തലവന്റെ വിശേഷണങ്ങളല്ല. സംസ്ഥാന പോലീസിലെ രണ്ടാമൻ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ 2 ദിവസമായി പുറത്തുവരുന്ന വാർത്തകളാണ്. പോലീസിൽ സ്വന്തമായി ക്രിമിനൽ സംഘത്തെ വളർത്തിയെടുത്ത ഈ ഉയർന്ന IPS ഉദ്യോഗസ്ഥനാണ് കേരളത്തിന്റെ ക്രമസമാധാനം നിയന്ത്രിക്കുന്നതെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് പോലീസിൽ നിന്നും ലഭിക്കുക? ഇതിലേക്കൊക്കെയുള്ള ചൂണ്ടുപലകയാണ് PV അൻവർ ഇപ്പോൾ ഇട്ടു തന്നിരിക്കുന്നത്. കണ്ണുള്ളവർ അത് കാണുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, സർക്കാരിനെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണെങ്കിലും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലെ സർക്കാരിന് പ്രവർത്തിക്കാനാകും എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഉദ്യോഗസ്ഥർക്ക് എതിരായ അച്ചടക്ക നടപടികളിലും അത് ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. PV അൻവർ പത്രസമ്മേളനം നടത്തി ചില വസ്തുതകൾ പറഞ്ഞിരുന്നുവല്ലോ, അത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുമുണ്ട്. PV അൻവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് തുടർ നടപടിയെടുക്കാൻ സർക്കാരിന് മുന്നിൽ രേഖാമൂലമുള്ള പരാതിയാണ് വേണ്ടത്. അത് അടുത്ത ദിവസം PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകുന്നതോടെ കാര്യങ്ങളിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുകയും ചെയ്യും. അതുവരെ മറുനാടനെ പോലെയുള്ള മഞ്ഞ മാധ്യമങ്ങളും ഇടതുപക്ഷ നന്നാക്കികളും കുറച്ചു സമയത്തേക്കെങ്കിലും തോക്കിൽ കയറി വെടിവെക്കാതിരിക്കുക.